തേനിലും മധുരം വേദമല്ലാതെ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച വിഷയം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ആ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. എന്നാൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ പാപമോചനത്തിന് വേണ്ടി മുമ്പ് യാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു. ആ യാഗങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. ബൈബിൾ ഇപ്രകാരം പറയുന്നു: പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. യെഹെസ്കേൽ 18-ാം അധ്യായം. ഇത് ദൈവവ്യവസ്ഥയാണ്. ദൈവം നരകം ഒരുക്കിയിരിക്കുന്നത് സാത്താനും അവൻ്റെ ദൂതസംഘങ്ങളായ ദുഷ്ടാത്മ സേനകൾക്കുമാണ്. എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തെ മറന്നുകൊണ്ട് പിശാചിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പിന്നാലെ പോകേണ്ടതിന് അവനെ പ്രേരിപ്പിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യിപ്പിച്ച് ഈ സാത്താൻ്റെ പക്ഷത്താക്കുക നിമിത്തം മനുഷ്യൻ അവനോടൊപ്പം നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു. എന്നാൽ മനുഷ്യൻ നരകത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ നിത്യമായ നരകത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ കരുണാമയനായ ദൈവം ഒരു പദ്ധതി ഒരുക്കി: യാഗത്തിലൂടെയുള്ള രക്ഷ. മനുഷ്യവർഗത്തെ ഈ നിത്യമായ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ പാപമില്ലാത്ത ഒരുവൻ യാഗമായി തീരണം. ആ യാഗത്തിന്മേൽ മനുഷ്യന് വിടുതലുണ്ടാകും. പാപമോക്ഷത്തിനായി ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് യാഗമാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ യാഗമർപ്പിച്ചു തുടങ്ങി. എന്നാൽ മൃഗയാഗങ്ങളിലൂടെ ഒരു ശാശ്വത പരിഹാരം അവർക്ക് ലഭിച്ചില്ല. പാപമോക്ഷം പ്രാപിക്കുവാൻ മൃഗങ്ങളെ അല്ല, പാപമില്ലാത്ത ഒരു മനുഷ്യൻ തന്നെ സ്വയം യാഗമായി തീർന്നാൽ മാത്രമേ പാപമോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അതിനാൽ അവർ വേദങ്ങളിൽ ഇപ്രകാരം എഴുതി: ഗോമേധം, അജമേധം, അശ്വമേധം ആദ്യാം ഋതുക്കളിൽ വിപ്രന്മാർക്കോർമ്മയുണ്ടാകിലും വൃഥ. ആടുമാടുകൾ പോരാ ദൈവപ്രിയമേകാൻ, കേടറ്റ മർത്യൻ സ്വയമേവി അർപ്പിക്കുന്ന നരമേധയാമേന്യേ നൂനം. അതായത് ആടുമാടുകളുടെ യാഗമൊന്നുമല്ല, പാപമില്ലാത്ത ഒരു മനുഷ്യൻ തന്നെ യാഗമായി തീരണം എന്ന സത്യം അവർ മനസ്സിലാക്കി. ബൈബിൾ പ്രകാരം പറയുന്നു: കാളകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം. അതിനാൽ പാപമില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി അവർ അന്വേഷിച്ച് നടന്നു, ആരെയും കണ്ടെത്തിയില്ല. പാപമില്ലാത്തവനായി ദൈവം മാത്രമേ ഉള്ളൂ. അതിനാൽ ദൈവം തന്നെ വന്ന് യാഗമാകണം, എന്നാൽ മാത്രമേ പാപമോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അവർ അത് എഴുതി വെച്ചു. ബൈബിൾ ഇപ്രകാരം പറയുന്നു: നീതിമാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 14-ന്റെ 2-ാം വാക്യം. നീതിമാനായി ആരുമില്ലാതിരിക്കെ ദൈവം തന്നെ മനുഷ്യവേഷമെടുത്ത് യേശു എന്ന നാമത്തിൽ പാപികളായ മനുഷ്യരുടെ രക്ഷകനായി ഒരു കന്യകയിലൂടെ ലോകത്തിൽ വന്ന് സകല മനുഷ്യരുടെയും പാപം ഏറ്റെടുത്തുകൊണ്ട് സ്വയം യാഗമായി അർപ്പിക്കപ്പെട്ടു. ഫിലിപ്പിയർ 2-ാം അധ്യായം 5-ാം വാക്യം പ്രകാരം പറയുന്നു: അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും തകർന്നുമിരിക്കുന്നു.
നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവൻ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. യെശയ്യാവ് 53 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 10 18 യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. 1 തീമോഥെയോസ് 1:15. യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർക്ക് എഴുതിയ ലേഖനം 10 യേശു ആര്? ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. യേശു ആര്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പക്ഷപാതക്കാരനോട് യേശു പറഞ്ഞപ്പോൾ ജനം ചോദിച്ചു, പാപങ്ങളെ മോചിച്ചു കൊടുക്കുന്ന ഇവൻ ആർ? യേശുവിൻ്റെ ഉപദേശം കേട്ടിട്ട് ജനം ചോദിച്ചു, ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന്? ഇവൻ ആർ? യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയപ്പോൾ ശിഷ്യന്മാർ പരസ്പരം ചോദിച്ചു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു, ഇവനാർ? യേശു നടന്നു വരുന്നത് കണ്ടിട്ട് ജനം ഹോശന്നാ പാടി എതിരേറ്റപ്പോൾ കണ്ടുനിന്ന ജനം ചോദിച്ചു, ഇവനാർ? ശമരിയ സ്ത്രീയുടെ രഹസ്യ പാപങ്ങൾ അക്കമിട്ട് യേശു വെളിപ്പെടുത്തിയപ്പോൾ ശമരിയ സ്ത്രീ അത്ഭുതത്തോടെ ചോദിച്ചു, യേശുവേ, നീ ആർ? നീ മിശിഹായാണോ? ഈ ചോദ്യങ്ങൾക്ക് ബൈബിൾ മറുപടി നൽകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1 3 മുതൽ 10 വരെ. പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ച് അവൻ്റെ ശക്തിയുള്ള വലങ്കയ്യാൽ വഹിച്ച് നടത്തുന്നവനും കോടാനുകോടി ദൂതന്മാരുടെ ആരാധനാപാത്രവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന മനുഷ്യരൂപമാണ് കർത്താവായ യേശുക്രിസ്തു. കൊലോസ്യർ 2:9 പ്രകാരം പറയുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യോഹന്നാൻ 1:3 യേശു സാക്ഷാൽ സൃഷ്ടാവും പരിപാലകനും. കൊലോസ്യർ 1:16 സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 1:3 അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി സകലത്തെയും അവൻ്റെ ശക്തിയുള്ള വലം കയ്യാൽ വഹിക്കുന്നവൻ. കൊലോസ്യർ 1:14 അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും സകലത്തിനും മുമ്പേ ഉള്ളവനും ആകുന്നു. അവൻ്റെ ഉത്ഭവം പണ്ടുപണ്ടേയുള്ളതും പുരാതനമായതുമാകുന്നു. മീഖ 5:2 യേശുക്രിസ്തു ദൈവവും ഏകമധ്യസ്ഥനുമാകുന്നു. 1 തീമോഥെയോസ് 2:5 ദൈവം ഒരുവനല്ലോ, മധ്യസ്ഥനും ഒരുവൻ, നമുക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായി വന്ന ക്രിസ്തു തന്നെ. യേശു ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:36 യേശു പാപികളുടെ രക്ഷിതാവ്. 1 തീമോഥെയോസ് 1:15 യേശു ഏക ന്യായാധിപൻ. അപ്പോസ്തലപ്രവൃത്തികൾ 17:31 യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 1 യോഹന്നാൻ 1:5 യേശു സ്വർഗത്തേക്കുള്ള ഏകവാതിൽ. യോഹന്നാൻ 10:9 യേശു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. യോഹന്നാൻ 1:9 അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവങ്കിലേക്കും ലോകത്തെ നയിക്കുന്നവൻ. യേശു ലോകത്തോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ 8:12 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ലോകത്തിൻ്റെ വെളിച്ചമായി ഞാൻ വന്നിരിക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ 10:11 8:12 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. യോഹന്നാൻ 14:6
ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യോഹന്നാൻ 11:25. ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 6:41. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പോസ്തല പ്രവൃത്തി 4:12. അടുത്ത ദിവസം യേശുവിന് തുല്യനായി മറ്റാരും തന്നെ ഇല്ല. ഇത് അടുത്ത ദിവസം നമുക്ക് പഠിക്കാവുന്നതാണ്. ആമേൻ. പ്രൈസ് ലോർഡ്.